ദേശീയപാത കല്ലടിക്കോട് തുപ്പനാട് പാലം വെളിച്ചമില്ലാതെ അപകട ഭീഷണിയിൽ. പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടും പ്രകാശ സൗകര്യങ്ങളൊന്നും ഏർപ്പെടുത്താത്തത് വാഹനാപകടങ്ങൾക്ക് കാരണമായി മാറുന്നു. വലിയ വളവ് വരുന്ന ഭാഗമായതിനാൽ എതിരെ വരുന്ന വാഹനത്തെ പെട്ടെന്ന് കാണാനാകുന്നില്ല എന്നതും മറ്റൊരു കാരണമാണ്. പാലത്തിന്റെ ഒരു വശത്ത് ധാരാളം വീടുകളുണ്ട്. കൂടാതെ ധാരാളം കുടുംബങ്ങളുടെ താമസ സ്ഥലമായ ഐരാനി ഭാഗത്തു നിന്നുള്ള റോഡ് വന്നുചേരുന്നത് ഈ പ്രധാന പാലത്തിനോട് ചേർന്നാണ്. ദേശീയപാതയിലൂടെ അതിവേഗതയിൽ വരുന്ന വാഹനങ്ങൾക്ക് ഐരാനിയിൽ നിന്നും വരുന്ന വാഹനങ്ങളെ കാണാനാകുന്നില്ല. രാത്രിയിൽ പാലം മുഴുവനും ഇരുട്ടിലാകുന്നതോടെ എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെയുള്ള അപകടങ്ങളും പതിവാണ്. പെട്ടെന്ന് മുന്നിലെത്തുന്ന വാഹനങ്ങളെ കണ്ട് നിയന്ത്രണം വിടുന്ന വാഹനങ്ങൾ സമീപത്തെ വീടുകളിലേക്ക് കയറി 4ഓളം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപകടങ്ങൾ ഒഴിവാക്കാൻ പാലത്തിൽ അടിയന്തരമായി ലൈറ്റുകൾ സ്ഥാപിക്കണം. ലൈറ്റുകൾ സ്ഥാപിച്ചാൽ ഒരു പരിധിവരെ അപകടങ്ങൾക്ക് നിയന്ത്രണമുണ്ടാക്കാനാകും. തുപ്പനാട് ബ്രിഡ്ജിന് സമീപത്താണ്. ഈ ബ്രിഡ്ജ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു വലിയ വളവാണ്. വാഹനങ്ങൾ എതിർദിശയിൽ വരുന്നത് കൃത്യമായിട്ട് കാണാൻ ഡ്രൈവർമാർക്ക് കഴിയില്ല. മാത്രമല്ല, വേണ്ടുന്ന സിഗ്നൽ സംവിധാനങ്ങളൊന്നും തന്നെ ഇവിടെ അധികാരികൾ സ്ഥാപിച്ചിട്ടില്ല. ദേശീയപാതയുടെ ഒരു നിർമ്മാണ പ്രവൃത്തി നടക്കുമ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വേണം ഒരു നിർമ്മാണം നടക്കുവാൻ. ഈ ബ്രിഡ്ജിന് സമീപത്തൊരു വെളിച്ചമോ സിഗ്നൽ ബോർഡുകളോ ഒന്നും തന്നെ നിലവിലില്ല. സമീപത്ത് നിറയെ വീടുകളുണ്ട്. ദേശീയപാതയും വീടുകളും വളരെ തൊട്ടടുത്താണ്. വളരെയധികം അപകടങ്ങൾ നടക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ തുപ്പനാട് പാലത്തിന് സമീപം. രാത്രികാലങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് പതിവാണ്. എന്തുതന്നെയായാലും ഈ ഒരു വിഷയത്തിൽ അടിയന്തര നടപടി ദേശീയപാത അതോറിറ്റിയും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും ഈ ദേശീയപാത നിർമ്മാണം കരാറെടുത്തിരിക്കുന്ന ഊരാളുങ്കൽ സൊസൈറ്റിയുടെയും ഭാഗത്തുനിന്നും ഉണ്ടാകണം.